ടൈപ്പ് സ്റ്റഡി പിനേസ് അല്ലെങ്കിൽ കോമൺ ബ്രോൺ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ സെഷൻ. ഈ സെഷനിൽ അപ്പൻഡേജസ് അതുപോലെ തന്നെ പിനേസിൻ്റെ സെക്ഷുവൽ ഡയമോർഫിസം ഈ രണ്ട് കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്പൻഡേജസ്, അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഓരോ അപ്പൻഡേജിൻ്റെയും ഡിഫറെൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. കഴിഞ്ഞ സെഷനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. പിനേസിനുള്ള അപ്പൻഡേജസ് ബൈറാമസ് അപ്പൻഡേജസ് ആണ്. ഓരോ അപ്പൻഡേജും എടുക്കുകയാണെങ്കിൽ അതിന് 2 ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ആ ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ബൈറാമസ് അപ്പൻഡേജസ് എന്ന് വിളിക്കുന്നത്. മൾട്ടി സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ് ഉള്ളത്. ജോയിൻറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓരോ സെഗ്മെൻറ്റ്സിനും പറയുന്ന പേരാണ് പോഡോമിയർ. ഇപ്പോൾ പോഡോമിയേഴ്സിൻ്റെ ജോയിനിങ് കൊണ്ടാണ് പിനേസിൻ്റെ ബൈറാമസ് അപ്പൻഡേജസ് ഉണ്ടായിരിക്കുന്നത്. 3 പോർഷൻസ് ആണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള അപ്പൻഡേജിന് ഉള്ളത്. ദ ഫസ്റ്റ് പോർഷൻ വിച്ച് ഈസ് ആർട്ടിക്കുലേറ്റഡ് ടു ദ ബോഡി ഈസ് കോൾഡ് പ്രോട്ടോപോഡൈറ്റ്. ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷന് പറയുന്ന പേരാണ് പ്രോട്ടോപോഡൈറ്റ്. അതിന് 2 പോർഷൻസ് ആണുള്ളത്, കോക്സ ആൻഡ് ബേസിസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സെഗ്മെൻറ്റിൻ്റെ സെക്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് അപ്പൻഡേജസ് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ആദ്യത്തെ പോർഷൻ, ഇപ്പോൾ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ പോർഷനാണ് പ്രോട്ടോപോഡൈറ്റ്. ബോഡിയുമായിട്ട് ഡയറക്റ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന പോർഷനാണ് കോക്സ, ദെൻ ബേസിസ്. അപ്പോൾ കോക്സ ബേസിസ് കൊണ്ടാണ് പ്രോട്ടോപോഡൈറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് പോർഷൻ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് വരുന്നത് 2 ബ്രാഞ്ചസ് ആണ്, എക്സോപോഡൈറ്റ് ആൻഡ് എൻഡോപോഡൈറ്റ്. പുറത്തേക്ക് വരുന്ന ഒരു ലോങ് റീജിയനാണ്, ലോങ് സെഗ്മെൻ്റ് ആണ് എക്സോപോഡൈറ്റ് എന്ന് പറയുന്നത്. ദെൻ എൻഡോപോഡൈറ്റിൻ്റെ ഓറിയൻറ്റേഷൻ ബോഡിയുടെ അകത്തേക്കായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള അപ്പൻഡേജിൻ്റെ ഡിഫറെൻറ്റ് പോർഷൻസ്. Protopodite, which is made up of coxa and basis, then 2 branches, exopodite and endopodite. Appendages 19 pairs ആണ് പിനേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് 19 pairs ആണ്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും ഒരു പെയർ അപ്പൻഡേജ് വെച്ച് 19 pairs ഓഫ് അപ്പൻഡേജസ് ആർ ദെയർ. 3 കാറ്റഗറീസ് ആയിട്ടാണ് അപ്പൻഡേജസ് വരുന്നത്. സിഫാലിക് അപ്പൻഡേജസ്, തൊറാസിക് അപ്പൻഡേജസ്, ദെൻ അബ്ഡോമിനൽ അപ്പൻഡേജസ്. അപ്പോൾ ഓവറോൾ ഈ അപ്പൻഡേജസ് ഓരോ കാറ്റഗറിയിലും എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഔട്ട്ലൈനാണ് നിങ്ങൾ ടേബിൾ രൂപത്തിൽ കാണുന്നത്. ഇപ്പോൾ സിഫാലിക് അപ്പൻഡേജസ് 5 pairs ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് പെയറിന് പറയുന്ന പേരാണ് ആൻറ്റിന്യൂൾ, ദെൻ സെക്കൻഡ് പെയർ ആൻറ്റിന, then third pair mandible, then fourth pair first maxilla, then fifth pair second maxilla. Then thoracic appendages 8 pairs ആണുള്ളത്. First 3 pairs, that is 6 to 8, അതിന് പറയുന്ന പേരാണ് maxillipeds. Then last 5, that is 9 to 13th, പെരയോപോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ദേ ആർ വാക്കിംഗ് ലെഗ്സ്. ദെൻ അബ്ഡോമിനൽ അപ്പൻഡേജസ് 6 pairs ആണുള്ളത്. ഫസ്റ്റ് പെയർ, ദറ്റ് ഈസ് ദ 14th പെയർ, അത് സെക്സസിൽ ഡിഫറൻ്റ് ആയിരിക്കും. 2 ജെൻഡറിലും അതിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് അബ്ഡോമിനൽ പെയർ, അല്ലെങ്കിൽ ടോട്ടൽ അപ്പൻഡേജസിൻ്റെ ആ സീക്വൻസ് പറയുകയാണെങ്കിൽ 14th പെയർ, അത് 2 സെക്സസിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അബ്ഡോമിനൽ അപ്പൻഡേജസിനകത്ത് 2 to 5, 2ാമത് തൊട്ട് 5ാമത് വരെയുള്ളത് ഒരേപോലെയുള്ളതായിരിക്കും. അങ്ങനെയുള്ള അപ്പൻഡേജസിന് പറയുന്ന പേരാണ് ടിപ്പിക്കൽ അപ്പൻഡേജസ്. സീക്വൻസ് ആദ്യത്തെ തൊട്ട് പറയുകയാണെങ്കിൽ 15 to 18th. ദെൻ ലാസ്റ്റ് പെയർ 19th പെയർ, അത് യൂറോപോഡ് എന്ന് പറയുന്ന ഒരു അബ്ഡോമിനൽ അപ്പൻഡേജ് പെയറാണ്. അപ്പോൾ ഇതാണ് അപ്പൻഡേജസിൻ്റെ ഓവറോൾ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ഓരോ കാറ്റഗറി
ദാറ്റ് ഈസ് സിഫാലിക്, തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ദാറ്റ് ഈസ് സിഫാലിക് അപ്പൻഡേജസ്. 5 pairs ആണുള്ളത്. ആൻറ്റിന്യൂൾ, ദെൻ ആൻറ്റിന. രണ്ടും സെൻസറി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. ടാക്ടൈൽ സിഗ്നൽസിനെയും അതർ സെൻസറി സിഗ്നൽസിനെയൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസറി സ്ട്രക്ചേഴ്സാണ് ആൻറ്റിന്യൂളും ആൻറ്റിന. പിന്നെ ഉള്ളതാണ് മാൻഡിബിൾസ്. മാൻഡിബിൾസ് ആർ മാസ്റ്റിക്കേറ്ററി ഇൻ ഫങ്ഷൻ. അതായത് ഫുഡ് മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്യാനും ചെറിയ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൻഡിബിൾസ് ഉപയോഗിക്കുന്നത്. ദെൻ മാക്സിലെ. മാക്സിലെ എന്ന് പറയുന്ന കാറ്റഗറിയിൽ 2 pairs ആണ് വരുന്നത്. ഫസ്റ്റ് മാക്സില ആൻഡ് സെക്കൻഡ് മാക്സില. ദേ ആർ ഫീഡിംഗ് ജോസ്. അതായത് ഫീഡിംഗ് പ്രോസസ്സിനെ, ഫുഡ് മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഫീഡിംഗ് ജോസ്. ഇനി നമുക്ക് സിഫാലിക് അപ്പൻഡേജസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രക്ചർ വൈസ് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറീസ് ആണ് ആൻറ്റിന്യൂളും ആൻറ്റിനയും. ഇപ്പോൾ ആൻറ്റിന്യൂളും ആൻറ്റിനയും രണ്ടും നേരത്തെ തന്നെ പറഞ്ഞു സെൻസറി ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ്. അപ്പോൾ ആൻറ്റിന്യൂൾ നോക്കാം. ദേ ലൈ ജസ്റ്റ് ബിലോ ദ ബേസ് ഓഫ് ദ ഐ സ്റ്റോക്സ്. ഓരോ ആൻറ്റിന്യൂളിന് ഒരു പ്രോട്ടോപോഡൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 ഫ്ലജല്ലാർ പ്രോസസ്സസ്. ഈ ഫ്ലജല്ലാർ പ്രോസസ്സസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ട്രൂ എക്സോപോഡൈറ്റ് ഓർ എൻഡോപോഡൈറ്റ്. എക്സോപോഡൈറ്റോ എൻഡോപോഡൈറ്റോ അല്ല ഈ ഫ്ലജല്ലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ സെൻസറി പ്രോസസ്സസ്. ടാക്ടൈൽ അതർ സെൻസറി സിഗ്നൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മാത്രമാണ്. ഇനി ഇതിൻ്റെ പ്രോട്ടോപോഡൈറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ 3 പോഡോമിയേഴ്സ് ആണുള്ളത്. സാധാരണ രീതിയിൽ കോക്സ, ബേസിസ് 2 പോഡോമിയേഴ്സേ വരാവുള്ളൂ. ഇവിടെ 3 പോഡോമിയേഴ്സ് വരും. പ്രീ കോക്സ, കോക്സ ആൻഡ് ബേസിസ്. ഈ പ്രീ കോക്സ എന്ന് പറയുന്നത് ഫസ്റ്റ് സെഗ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഹോളോ. ഇറ്റ് കണ്ടെയ്ൻസ് എ ക്യാവിറ്റി ഫോർ ദ ഐ ആൻഡ് ആൻ ഓപ്പണിംഗ് ഫോർ ദ സ്റ്റാറ്റോസിസ്റ്റ്. സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ബാലൻസിങ് ഓർഗനിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഈ പ്രീ കോക്സ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ കാണും. അപ്പോൾ ഇതാണ് ആൻറ്റിന്യൂളിൻ്റെ സ്ട്രക്ചർ. ദെൻ ആൻറ്റിന, സെക്കൻഡ് സിഫാലിക് അപ്പൻഡേജ് പെയർ ആണ് ആൻറ്റിന എന്ന് പറയുന്നത്. ഇപ്പോൾ ആൻറ്റിന്യൂളിന് തൊട്ട് പുറകിലായിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ. പ്രോട്ടോപോഡൈറ്റിന് 2 സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്, കോക്സ ആൻഡ് ബേസിസ്. ഈ കോക്സയിലേക്ക് എക്സ്ക്രീറ്ററി ഓർഗൻ, കോക്സൽ ഗ്ലാൻസ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻസിൻ്റെ എക്സ്ക്രീറ്ററി ഡക്റ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് എക്സ്ക്രീറ്ററി ഡക്റ്റ് ഓഫ് ഗ്രീൻ ഗ്ലാൻഡ് ക്യാൻ ബി സീൻ ഓൺ ദ കോക്സ. ദെൻ ഇതിൻ്റെ എക്സോപോഡൈറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പീസാണ്, അൺസെഗ്മെൻറ്റഡ് ആണ്. അതിന് പറയുന്ന പേരാണ് സ്ക്വാമ. ദെൻ എൻഡോപോഡൈറ്റ് ഫ്ലജല്ലാർ ആണ്, മൾട്ടി സെഗ്മെൻറ്റഡ് ആണ്. ആൻറ്റിന്യൂളിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെയാണ് ആൻറ്റിനേരിയം ഫംഗ്ഷൻ, സെൻസറി സ്ട്രക്ചറാണ്. എല്ലാ അപ്പൻഡേജസിലും വളരെ ചെറുതാണ്. മറ്റുള്ള അപ്പൻഡേജസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ടുള്ളൊരു അപ്പൻഡേജ് ആണ് ഫസ്റ്റ് മാക്സില എന്ന് പറയുന്നത്. ദേ ആർ തിൻ, ലീഫ് ലൈക്ക് ആൻഡ് യൂണിറാമസ്. അതിന് എൻഡോപോഡൈറ്റ് മാത്രമേ കാണത്തുള്ളൂ, എക്സോപോഡൈറ്റ് ഉണ്ടാവത്തില്ല. ദ പ്രോട്ടോപോഡൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 ഫ്ലാറ്റൻഡ് ലോബ്സ് കോൾഡ് ജോസ് ഓർ നാത്തോബേസസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന 2 സ്ട്രക്ചേഴ്സും പ്രോട്ടോപോഡൈറ്റ് തന്നെയാണ്. 2 ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രോട്ടോപോഡൈറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഗ്നാത്തോബേസസ്. ഇതിൻ്റെ ഫംഗ്ഷൻ ഫുഡിനെ മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് സെക്കൻഡ് മാക്സില. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് പെയർ ഓഫ് സിഫാലിക് അപ്പൻഡേജസ്. ഇപ്പോൾ പ്രോട്ടോപോഡൈറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദ പ്രോട്ടോപോഡൈറ്റ് ഈസ് ഫ്ലാറ്റ് ആൻഡ് കട്ട് ഇൻ ടു 4 ലീഫ് ലൈക്ക് ലോബ്സ് ഫോമിംഗ് ദ ബൈലോബ്ഡ് കോക്സ ആൻഡ് ബൈലോബ്ഡ് ബേസിസ് വിച്ച് ആർ ജോസ്. അപ്പോൾ ഈ കോക്സയും ബേസിസും രണ്ടും ബൈലോബ്ഡ് ആണ്.
അങ്ങനെയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. എൻഡോപോഡൈറ്റ് വളരെ ചെറുതാണ്, അതുപോലെ തന്നെ അൺസെഗ്മെന്റഡ് ആണ്. എക്സോപോഡൈറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊരു ലീഫ് ലൈക്ക് എക്സോപോഡൈറ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് മാക്സിലെ പോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷനും സെയിം തന്നെയാണ്. ഫീഡിങ്ങിനെ ഇത് വളരെയധികം സഹായിക്കും. അതായത് ഫുഡിനെ മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫങ്ഷൻ. അതുപോലെ തന്നെ റെസ്പിറേഷനിലും ഈ സെക്കൻഡ് മാക്സിലേക്ക് റോള് ഉണ്ട്. ഇനി അടുത്ത കാറ്റഗറി ആണ് തൊറാസിക് അപ്പൻഡേജസ്. 8 പെയേഴ്സ് ആണ് വരുന്നത്. ആദ്യത്തെ 3 പെയറാണ് മാക്സിലിപ്പിഡ്സ്, പിന്നെ ബാക്കിയുള്ള റിമൈനിങ് 5 അതാണ് വാക്കിംഗ് ലെഗ്സ്. ഇപ്പം മാക്സിലിപ്പിഡ്സ് അവയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള എക്സോപോഡൈറ്റ് ആണ് അവയ്ക്ക് ഉള്ളത്. എൻഡോപോഡൈറ്റ് സെഗ്മെന്റഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. 5 പോഡോമിയേഴ്സ് ആണ് ഈ എൻഡോപോഡൈറ്റിന് വരുന്നത്. പ്രോട്ടോപോഡൈറ്റ് 2 സെഗ്മെന്റ്സ് കൊണ്ടാണ് അല്ലെങ്കിൽ പോഡോമിയേഴ്സ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, കോക്സ ആൻഡ് ബേസിസ്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഈ കോക്സയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോട്ടോപോഡൈറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് വൈ ഷേപ്ഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് എപ്പിപോഡൈറ്റ്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ. ദെൻ ലാസ്റ്റ് 5 pairs of legs, walking legs ആണ്. They are called pereiopods. അപ്പോൾ ഇതിനകത്ത് തന്നെ 2 കാറ്റഗറി വരുന്നുണ്ട്. നോൺ ചീലേറ്റ് പെരയോപോഡ്സ് ഓർ വാക്കിംഗ് ലെഗ്സ്, ദെൻ ചീലേറ്റ് വാക്കിംഗ് ലെഗ്സ്. ഇതിൻ്റെ എക്സോപോഡൈറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് ആണ്. ഈ ചീലേറ്റ് എന്താണ്, നോൺ ചീലേറ്റ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ തൊറാസിക് കാറ്റഗറി, ദാറ്റ് ഈസ് മാക്സിലിപ്പിഡ്സ്. ഫസ്റ്റ് maxillipids, they are thin and the protopodite is flattened and incompletely divided into 3 lobes. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടോപോഡൈറ്റ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ മൊത്തം കവർ ചെയ്ത് പ്രോട്ടോപോഡൈറ്റിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള പോർഷൻസിനെയും എല്ലാം കവർ ചെയ്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹെയർസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സീറ്റോസ് ഹെയർസ്. എക്സോപോഡൈറ്റ് അതുപോലെ തന്നെ എപ്പിപോഡൈറ്റ് രണ്ടും ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള പീസസ് ആണ്. ദേ ആർ ലോബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അറ്റാച്ച്ഡ് ടു ദ പ്രോട്ടോപോഡൈറ്റ് ആൻഡ് എക്സോപോഡൈറ്റ് ഈസ് ദ ഫ്ലാറ്റ് ലോബുലാർ ട്രയാങ്കുലാർ എപ്പിപോഡൈറ്റ്. അപ്പോൾ എപ്പിപോഡൈറ്റ് എന്ന് പറയുന്ന റെസ്പിറേഷനെ സഹായിക്കുന്ന സ്ട്രക്ചർ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത കാറ്റഗറിയാണ് സെക്കൻഡ് മാക്സിലിപ്പിഡ്സ്. സെക്കൻഡ് മാക്സിലിപ്പിഡ്സ് ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മാക്സിലിപ്പിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷേപ്പ് വൈസ് പറയുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദ സെക്കൻഡ് മാക്സിലിപ്പിഡ് ഈസ് പ്രൊവൈഡഡ് വിത്ത് 2 segmented protopodite and 5 segmented endopodite and it is curved like a question mark. ഇപ്പോൾ എപ്പിപോഡൈറ്റ് എന്ന് പറയുന്നത് വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തേർഡ് മാക്സിലിപ്പിഡ് സെക്കൻഡ് മാക്സിലിപ്പിഡിൽ നിന്ന് സ്ട്രക്ചർ വൈസ് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള എൻഡോപോഡൈറ്റ് ആണ് തേർഡ് മാക്സിലിപ്പിഡിന് ഉള്ളത്. ഇനി അടുത്ത കാറ്റഗറി ആണ് ചീലേറ്റ് ആൻഡ് നോൺ ചീലേറ്റ് ലെഗ്സ്. പെരയോപോഡ്സിൻ്റെ തന്നെ 2 കാറ്റഗറിയാണ്, ചീലേറ്റ് ആൻഡ് നോൺ ചീലേറ്റ് ലെഗ്സ്. ഇപ്പോൾ ഇവയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവയ്ക്ക് കോമൺ ആയിട്ട് പ്രോട്ടോപോഡൈറ്റ് ഉണ്ട്. അതിനകത്ത് കോക്സ, ബേസിസ് എന്ന് പറയുന്ന 2 സെഗ്മെന്റ്സ് ആണ് ഉള്ളത്. പിന്നെ മൾട്ടി സെഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു എൻഡോപോഡൈറ്റും സിംഗിൾ സെഗ്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള എക്സോപോഡൈറ്റുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ചീലേറ്റ് ലെഗിൻ്റെ പ്രത്യേകത അവയ്ക്ക് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള എപ്പിപോഡൈറ്റ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻസ് കോക്സയിൽ കാണും. എപ്പിപോഡൈറ്റ് നോൺ ചീലേറ്റ് ലെഗിൽ കാണത്തില്ല. ഇനി ഇതിൻ്റെ എൻഡോപോഡൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മൾട്ടി സെഗ്മെന്റഡ് ആണ്. ആ സെഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസ്, ദാറ്റ് ഈസ് ഇഷ്യം,
ഫസ്റ്റ് സെഗ്മെന്റ് ഈസ് കോൾഡ് ഇഷ്യം, ദെൻ മീറസ്, കാർപ്പസ്, ദെൻ പ്രൊപ്പോഡസ് ആൻഡ് ഡാക്ടൈലസ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 സെഗ്മെന്റ്സ് ആണ് ഉള്ളത്. ഈ ചീലൈറ്റ് ലെഗിന്റെ പ്രത്യേകത, ചീലൈറ്റ് ലെഗിന്റെ ലാസ്റ്റ് പോഡോമിയസ്, ദാറ്റ് ഈസ് പ്രൊപ്പോഡസ് ആൻഡ് ഡാക്ടൈലസ്, അത് രണ്ടുകൂടെ ഹിഞ്ച് ചെയ്ത്, അത് രണ്ടുകൂടെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഒരു പിൻസർ ലൈക്ക് അപ്പാർട്ടസ് ഉണ്ടാകും. ഈ പിൻസർ ലൈക്ക് അപ്പാർട്ടസ് ഉപയോഗിച്ചിട്ട് അതിന് ഫുഡിനെ മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫുഡിനെ ഈ പിൻസർ ലൈക്ക് അപ്പാർട്ടസിന്റെ ഹിഞ്ച് ലൈക്ക് ആക്ഷൻ ഉപയോഗിച്ചിട്ട്, അതായത് ഇതൊരു കൈ പോലെ ആക്ട് ചെയ്തിട്ട് ഫുഡിനെ ക്യാപ്ചർ ചെയ്തിട്ട് മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി നോൺ ചീലൈറ്റ് ലെഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡാക്ടൈലസും പ്രൊപ്പോഡസും ഇങ്ങനെ ഒരു പിൻസർ ലൈക്ക് അപ്പാർട്ടസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടില്ല. അവിടെയുള്ള എൻഡോപോഡൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിൻസർ ലൈക്ക് സ്ട്രക്ചർ ടെർമിനൽ പോർഷനിൽ വരുന്ന ലെഗ്സ് ആണ് ചീലൈറ്റ് ലെഗ്സ്. നോൺ ചീലൈറ്റ് ലെഗ്സിൽ അങ്ങനെ കാണത്തില്ല. അപ്പോൾ ഇതാണ് ചീലൈറ്റ് ലെഗും നോൺ ചീലൈറ്റ് ലെഗും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിനെ നമുക്കൊന്ന് ടാബുലാർ ഫോമിൽ ആ ഡിഫറൻസിയേഷൻ, ആ ഫീച്ചേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ചീലൈറ്റ് ലെഗ്സ് എന്ന് പറയുന്നത് പെരയോപോഡ്സിന്റെ തന്നെ ഫസ്റ്റ് 3 പെയർസ് ആണ്. വാക്കിംഗ് ലെഗ്സിന്റെ ഫസ്റ്റ് 3 പെയർസ് ആണ്. നോൺ ചീലൈറ്റ് ലെഗ്സ് ലാസ്റ്റ് 2 പെയർസ് ആണ്. The 5 jointed endopodite show chelate articulation of the terminal 2 podomeus, the propodes and dactylus. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ ഫിഗറിൽ കാണുന്ന പോലെ എൻഡോപോഡൈറ്റിന്റെ ലാസ്റ്റ് ടെർമിനലിൽ കാണുന്ന പോഡോമിയസ്, പ്രൊപ്പോഡസും ഡാക്ടൈലസും ചേർന്ന ഒരു ചീലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നു. By the hinged articulation of the dactylus to the side of the propodes, a pincer like apparatus is formed. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പോഡസും ഡാക്ടൈലസും ഒരു പിൻസർ ലൈക്ക് അപ്പാർട്ടസ് ഉണ്ടാക്കുന്നു. ദിസ് ഹെൽപ്സ് ഇൻ ഗ്രാസ്പിംഗ് ദ ഫുഡ് ആൻഡ് പാസിംഗ് ഇറ്റ് ഓൺ ടു ദ മൗത്ത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഫുഡ് പാർട്ടിക്കിൾസിനെ മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. ചീലൈറ്റ് ലെഗ്സിനെ വാക്ക് ചെയ്യാനും പ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 2 ഫംഗ്ഷനാണ് ഇവയ്ക്കുള്ളത്, ഗ്രാസ്പിംഗ്, ദെൻ ട്രാൻസ്ഫറിങ് ഫുഡ്, ദെൻ വാക്കിംഗ്. പിന്നെ ഇതിനകത്ത് എപ്പിപോഡൈറ്റ് ഉള്ളത് കൊണ്ട് റെസ്പിറേഷനും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോൺ ചീലൈറ്റ് ലെഗ്സിൽ ഈ പിൻസർ ലൈക്ക് അറേഞ്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ദേ ആർ എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ വാക്കിംഗ്. അതുപോലെ തന്നെ എപ്പിപോഡൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സും അവിടെ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. അപ്പോൾ ഇതാണ് ചീലൈറ്റ് ലെഗും നോൺ ചീലൈറ്റ് ലെഗും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്ത കാറ്റഗറിയാണ് അബ്ഡോമിനൽ അപ്പൻഡേജസ്. ഇപ്പൊ ഈ ഫസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ് എന്ന് പറയുന്നത് രണ്ട് സെക്സസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ദ ഫസ്റ്റ് പെയർ ഡിഫർ ഇൻ 2 sexes. മെയിലിനും ഫീമെയിലിനും ആ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെയിലില് ഈ ഫസ്റ്റ് പെയറിന്റെ എൻഡോപോഡൈറ്റ്, അബ്ഡോമിനൽ അപ്പൻഡേജിന്റെ ഫസ്റ്റ് പെയറിന്റെ എൻഡോപോഡൈറ്റ് യുണൈറ്റ് ചെയ്ത് പെറ്റാസ്മ എന്ന് പറയുന്ന ഒരു കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ടാകും. ഈ കോപ്പുലേറ്ററി ഓർഗൻ ഉപയോഗിച്ചിട്ടാണ് ഫീമെയിലിന്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് സ്പേംസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ പെറ്റാസ്മ ഈസ് ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് ദ എൻഡോപോഡൈറ്റ് ഓഫ് ദ ഫസ്റ്റ് അബ്ഡോമിനൽ ലെഗ്സ്. ഫീമെയിൽസിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. ഇനി രണ്ടാമത്തെ തൊട്ട് 5ാമത്തെ അബ്ഡോമിനൽ അപ്പൻഡേജസ് നോക്കുകയാണെങ്കിൽ അവയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും. ടിപ്പിക്കൽ ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ് 2 to 5 എന്ന് പറയുന്നത്. അവയ്ക്ക് അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള എൻഡോപോഡൈറ്റും എക്സോപോഡൈറ്റും ആണ് കാണുന്നത്. ഇനി ലാസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ് ആണ് യൂറോപോഡ് എന്ന് പറയുന്നത്. അതിനൊരു ഫ്ലാറ്റ് എക്സോപോഡൈറ്റും അതുപോലെ തന്നെ ഒരു എൻഡോപോഡൈറ്റുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അബ്ഡോമിനൽ അപ്പൻഡേജസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ് മെയിലിലും ഫീമെയിലിലും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫീമെയിലിൽ പ്രത്യേകിച്ച് വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ മെയിലിൽ ഫസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജിൻ്റെ എൻഡോപോഡൈറ്റ്, 2 സൈഡിലുള്ള അപ്പൻഡേജസിൻ്റെ എൻഡോപോഡൈറ്റ് യുണൈറ്റ് ചെയ്ത് ഒരു കോപ്പുലേറ്ററി സ്ട്രക്ചർ ഉണ്ടാകുന്നു. ആ കോപ്പുലേറ്ററി സ്ട്രക്ചറിന് പറയുന്ന പേരാണ് പെറ്റാസ്മ.
അപ്പോൾ സെക്ഷുവൽ ഡയമോർഫിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഈ പെറ്റാസ്മയുടെ പ്രസൻസ്. അത് മെയിലിൽ കാണും, ഫീമെയിലിൽ ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ അബ്ഡോമിനൽ അപ്പൻഡേജസിൽ 2 to 5 നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ തരത്തിലുള്ള ആർക്കിടെക്ചറാണ് അവ ഫോളോ ചെയ്യുന്നത്. പ്രോട്ടോപോഡൈറ്റ് ഉണ്ട്, 2 സെഗ്മെൻറ്റ്സ് ഉള്ളത്, കോക്സ ആൻഡ് ബേസിസ്. ദെൻ എൻഡോപോഡൈറ്റും എക്സോപോഡൈറ്റും അൺസെഗ്മെൻറ്റഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ് ആണ്, ദാറ്റ് ഈസ് യൂറോപോഡ്. അപ്പം അതിന് ഒരു പ്രോട്ടോപോഡൈറ്റ് ഉണ്ട്, പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള എക്സോപോഡൈറ്റും എൻഡോപോഡൈറ്റും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അപ്പൻഡേജസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത സെഷനാണ് സെക്ഷുവൽ ഡയമോർഫിസം ഇൻ പിനേസ്. മെയിൽ ഫീമെയിൽ ജെൻഡർ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദ മെയിൽസ് ആർ മച്ച് സ്മോളർ ദാൻ ഫീമെയിൽസ്. അപ്പോൾ ഫീമെയിൽസിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറയുന്നത് മെയിൽസിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ദെൻ മെയിൽസിൽ പെറ്റാസ്മ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ദിസ് സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് സ്പേംസ് ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഫീമെയിലിന് പെറ്റാസ്മ കാണത്തില്ല. സ്പേമിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തെലീക്കം എന്ന് പറയുന്ന ഒരു റിസീവിങ് സ്ട്രക്ചർ, വജൈന പോലെയുള്ള ഒരു റിസീവിങ് സ്ട്രക്ചർ ഫീമെയിലിൽ ഉണ്ടായിരിക്കും. സോ തെലീക്കം ഈസ് പ്രസൻറ്റ് ഫോർ റിസീവിങ് സ്പേംസ്. Then the male genital openings are seen on the coxal segments of the last pair of walking legs. ഇപ്പോൾ ലാസ്റ്റ് പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സിൽ ആണ് മെയിലിൻ്റെ ജെനിറ്റൽ ഓപ്പണിങ് കാണുന്നത്. ഫീമെയിൽ ജെനിറ്റൽ ഓപ്പണിങ്സ് അവിടെയല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. ദേ ആർ സീൻ ഓൺ ദ കോക്സ ഓഫ് ദ തേർഡ് പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ്. തേർഡ് പെയർ വാക്കിംഗ് ലെഗ്സിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്സ്വൽ ഡയമോർഫിസത്തിൻ്റെ ഫീച്ചേഴ്സ് പെറ്റാസ്മ മെയിലിൽ, പെറ്റാസ്മ ഫീമെയിലിൽ ആബ്സെൻറ്റ്, തെലീക്കം ഫീമെയിലിൽ, തെലീക്കം മെയിലിൽ ആബ്സെൻറ്റ്, പിന്നെ മെയിലിൻ്റെ ജെനിറ്റൽ ഓപ്പണിങ് ലാസ്റ്റ് പെയർ വാക്കിംഗ് ലെഗ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫീമെയിലിൻ്റെ ജെനിറ്റൽ ഓപ്പണിങ് തേർഡ് പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൽ ഫീമെയിലിനേക്കാളും സൈസ് വൈസ് കുറവായിരിക്കും. പെറ്റാസ്മ, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ സെക്ഷുവൽ ഡയമോർഫിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സ്ട്രക്ചറാണ് പെറ്റാസ്മയും തെലീക്കവും. അപ്പോൾ പെറ്റാസ്മ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ദ എൻഡോപോഡൈറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് അബ്ഡോമിനൽ പെയർ ഓഫ് അപ്പൻഡേജസ് ഇൻ മെയിൽ യുണൈറ്റ് ടു ഫോം ദ മെയിൽ കോപ്പുലേറ്ററി സ്ട്രക്ചർ. പെനിസ് പോലെ, ഹയർ ഓർഗാനിസത്തിൽ പെനിസ് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് പെറ്റാസ്മ എന്ന് പറയുന്നത്. ദിസ് സ്ട്രക്ചർ ഈസ് ആക്ച്വലി ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് ദ എൻഡോപോഡൈറ്റ്സ് ഓഫ് ഫസ്റ്റ് അബ്ഡോമിനൽ appendage pair. It is the copulatory structure in prawn which is used for the transfer of sperms. ഇപ്പോൾ തെലീക്കം എന്ന് പറയുന്ന റിസീവിങ് സ്ട്രക്ചറിലേക്ക് സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി തെലീക്കം ഈസ് ദ ഔട്ട് ഗ്രോത്ത് ഓഫ് ദ സ്റ്റെർണം ഓഫ് ദ ലാസ്റ്റ് തൊറാസിക് സെഗ്മെന്റ് ഓഫ് ദ ഫീമെയിൽ. ഇപ്പോൾ ഫീമെയിൽ പ്രോണിൻ്റെ ലാസ്റ്റ് തൊറാസിക് സെഗ്മെന്റിലുള്ള ഒരു ഔട്ട് ഗ്രോത്ത് ആണ് തെലീക്കം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്യാവിറ്റി ഇൻ ടു വിച്ച് മെയിൽസ് ട്രാൻസ്ഫർ സ്പേംസ്. ഈ ക്യാവിറ്റിയിലേക്കാണ് മെയിൽ സ്പേംസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം തെലീക്കത്തിൻ്റെ ഡയഗ്രാം പിക്ചറാണ്. പിക്ചറിൽ ആ പർട്ടിക്കുലർ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ പെറ്റാസ്മ ലെഫ്റ്റ് സൈഡിൽ, സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പെറ്റാസ്മ കാണാം. ദെൻ തെലീക്കം എന്ന് പറയുന്ന ഫീമെയിൽ റിസീവിങ് സ്ട്രക്ചർ അത് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. പെറ്റാസ്മ, തെലീക്കം, ഈ സ്ട്രക്ചേഴ്സ് സെക്ഷുവൽ ഡയമോർഫിസത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ അപ്പൻഡേജസിനെ കുറിച്ചും അതുപോലെ തന്നെ സെക്ഷുവൽ ഡയമോർഫിസത്തെക്കുറിച്ചുമാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്.